നാളെ എന്റെ കുട്ടിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ നമ്മൾ സർപ്രൈസ് ചെയ്യാൻ വേണ്ടിട്ട് ബാംഗ്ലൂർക്ക് ഡെലിവറിക്കാരന്റെ കോലത്തിൽ പോയി സർപ്രൈസ് ചെയ്യാനാണ് നമ്മളെ ഒന്നും നോക്കില്ല. തലേന്ന് നേരെ ട്രെയിൻ കയറി ബാംഗ്ലൂർ. എല്ലാവരോട് ചോദിക്കലുണ്ട് ഞാൻ ബാംഗ്ലൂർ എന്താ പഠിച്ചത്. സത്യം പറഞ്ഞാൽ ഒന്നും പഠിച്ചൊന്നുമില്ല. ഓളെ കാണാൻ വേണ്ടിട്ട് പോണാണ്. ട്രെയിൻ കയറിയ പിന്നെ കക്കൂസിന്റെ അവിടെ സ്ഥലം കിട്ടി. ഇന്ത്യ റെയിൽവേയിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേക തരം പാതിരക്കാറ്റിന്റെ മൂക്കൊക്കെ അടിച്ചു. കുറച്ചേരം ഒരു ബർത്തിൽ ഒരു മൂലക്ക സ്ഥലം കിട്ടി. ഓളെ കാണാൻ പോണ പോലെ കക്കൂസിരിക്കണ ബ്രഷ് എത്തുകാണ്ട് ഡാൻസ് കളിച്ചു. അത് പൊട്ടിയാണ്ട് കജ്ജുമ കയറി. ഞാൻ ഒരിക്കലും മൂപ്പഴ കളിയാക്കല്ല. ഒരു പ്രത്യേക തരം കൂർക്കവലി കണ്ടപ്പോ ഇങ്ങക്കും കൂടി കാണിച്ചു തരാൻ വേണ്ടിട്ട് എനിക്കൊരു തോരാപ്പാണ് കാണിച്ചത്. അങ്ങനെ ബാംഗ്ലൂർ എത്തിക്കാണ്ട് അവിടുത്തെ കൊടും തണുപ്പിൽ ഓരോ ചായയാണ് കുടിച്ചു. അവിടുന്ന് ഒരു ഊബർട്ടുകാണ്ട് നേരെ ചങ്ങാന്റെ റൂമിന്റെ അടുത്ത്. ട്രെയിനിൽ നിന്നൊക്കെ ശരിയാത്തോണ്ട് അവിടെ പോയാണ് കടന്നു. നമ്മളെ കുട്ടിനോട് നമ്മൾ പറഞ്ഞിട്ട് പളഞ്ഞി പോയിക്കാണ്. ഇതേക്ക് കുറെ വിളിച്ചിട്ട് നമ്മൾ എടുത്തിട്ടില്ല. പോരാത്തേക്ക് തന്റെ ചങ്ങായിലേക്ക് വിളിച്ചോണ്ടിരിക്കും. 12 മണിക്ക് സർപ്രൈസ് കൊടുക്കാന്ന് നമ്മൾ വിചാരിച്ചു. കാണാൻ മുട്ടിട്ട് അവിടെ ഇരുന്നാണ്ട് ഇരിക്കപ്പുറത്ത് കിട്ടുന്നു. 8 മണിയായപ്പോ ചങ്ങാന്റെ ബ്ലിങ്കിറ്റ് ഹെൽമെറ്റ് ഇട്ടുണ്ടായിരുന്നു. ഉള്ള വണ്ടിയാണെങ്കിൽ സ്റ്റാർട്ട് ആവണില്ല. അതിന് ബ്രേക്കും. അങ്ങനെ ബ്രേക്ക് നേരാക്കി എന്തെങ്കിലും വാങ്ങാൻ വേണ്ടിട്ട് ഒരു പീഡിയ. കിൻഡർ ജോയ് നല്ല ഇഷ്ടമാണ്. ഒരു പെട്ടി കിൻഡർ ജോയ് ആണ്. പിന്നെ അവൾക്ക് ഇഷ്ടം ബ്രൗണി വാങ്ങാൻ വേണ്ടിട്ട് ഞങ്ങൾ ലഞ്ച് ബേക്കറി ഒരു ഗിഫ്റ്റ് ഹാമർ ബ്രൗണി വാങ്ങിയാണ് നമ്മളവിടെ. അതൊക്കെ കൂടി ഒരു പീഡിയ കൊണ്ടുപോയി റാപ്പ് ചെയ്തിട്ട് നമ്മളെ സൊമാറ്റോ പെട്ടി. ഇനി നമുക്ക് വേണ്ട ഒരു ബൊക്കെ വാങ്ങാൻ വേണ്ടിട്ട് നമ്മൾ ഒരു ചേച്ചിന്റെ പീഡിയ. ഇതിന് മുന്നേ കുറെ ലൈൻ ഉണ്ടായിക്കണമെങ്കിൽ നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ബൊക്കെ ഉണ്ടാക്കി. നമുക്ക് അതിനെ പറ്റി ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ചേച്ചിനോടാണ് ഉണ്ടാക്കിക്കോളാൻ പറഞ്ഞത്. എന്റെ ചങ്ങായാണെങ്കിലോ വണ്ടിമേലെ ഒരു വൃത്തിയിട്ട ഇങ്ങനെ പോവാണെങ്കിൽ ആ ചേച്ചിന്റെ പീഡിയ ഒരു റീത്ത് കൂടി വാങ്ങേണ്ടിരുന്നു. എന്നെ അതിനെ പറ്റി പറയാനാണെങ്കിൽ ഞങ്ങൾ ഈ കാണുന്ന പോലെ ഒരു അപ്പി ചെക്കനെ അതൊക്കെ തുറന്ന് പറഞ്ഞിട്ട് ഇന്നെ അക്സെപ്റ്റ് ആക്കിയ ഒരു കുട്ടിയാണ്. പയലൈന് നമ്മൾ നൈസായിട്ടൊന്ന് ഒഴിവാക്കി പോയപ്പോഴാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പൊ നമുക്ക് പെരുത്താണ് ഇഷ്ടം. 4 ദിവസം ഫുൾ ഫോക്കസ് ചെയ്ത് കയ്യും കലാശം കാട്ടി ഓളാണ് വളച്ചിട്ട്. ഇപ്പൊ എന്റെ കൂടെ വന്നിട്ട് 1.5 വർഷം അവിടെ പോയി കണ്ട് ഓൾക്ക് ഗിഫ്റ്റ്. ഓൾക്ക് നമ്മളെക്കാൾ അന്തണ്ടായോണ്ട് സംഗതി പാലിക്കുന്നു. സർപ്രൈസ് ആയിട്ടില്ല. ഓൾക്ക് മനസ്സിലായി. ഹോസ്റ്റലിലാണ്. ഓൾക്ക് ടാറ്റ ബൈ കൊടുത്തു കണ്ട് അപ്പൊ തന്നെ അവിടെ എന്റെ ചെങ്ങാന്റെ കല്യാണമാണ്. അപ്പൊ രാവിലെ 6 മണിത്തെ ട്രെയിനിൽ നാട്ടിൽ തന്നെ കയറി. അപ്പൊ ബാക്കി നാളെ